ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞ സിനിമകളുടെയൊക്കെ ആദ്യം ചില ന്യൂസുകൾ വരില്ലേ, അമ്മാതിരി ഓരോ ന്യൂസുകളാണ് ഈ എന്റെ സ്ഥലത്തുനിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ന്യൂസാണ് ഈ ആഴ്ച സംഭവിക്കുന്നത്. ഇപ്രാവശ്യം ഓപ്പൺ എഐ ആണ് അവരുടെ O1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡല് അവർ സ്വന്തം തന്നെ വേറൊരു എക്സ്റ്റേണൽ സെർവറിലേക്ക് ആ മോഡല് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു എന്നും അത് പിടിച്ചപ്പോ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. എന്താ സംഭവം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഓപ്പൺ എഐന്റെ ഈ O1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലില്ല, ഇത് അവരുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അതുപോലെ കോംപ്ലക്സ് കാൽക്കുലേഷനും സ്റ്റെം കാൽക്കുലേഷനും കോഡിങ് ഡീബഗ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും പറ്റുന്ന അമ്മാതിരി ഒരു മോഡലാണ്. അപ്പൊ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള മോഡല് പബ്ലിക്കിലേക്ക് വിടുന്നതിന് മുന്നേ അവർ സിമുലേഷൻ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോളോ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ് ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നത്. അവരാണ് ഇപ്പൊ ഈ ഒരു ഡാറ്റ പുറത്ത് വിട്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത് തന്നെ അവരാണ്, ഓപ്പൺ എഐക്കാരല്ല. ആലോചിക്കണം. അപ്പൊ അവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ മോഡലിന് ഓപ്പൺ എഐ മോഡലിന് ഞങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പോകണം നിന്നെ എന്ന് പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 5% മൊത്തം നടന്ന ടെസ്റ്റിൽ 5% ഈ ഓവർ സൈറ്റ് അവർ ബ്ലോക്ക് ചെയ്തു. അതായത് ഷട്ട് ഡൗൺ ചെയ്യാവുന്ന ആ ഒരു ഓപ്ഷൻ ഇല്ലേ, അത് അവർ ഓഫ് ചെയ്തു ഈ ഓപ്പൺ എന്റെ O1 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. പിന്നെ 2% എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ഫിൽട്രേറ്റ് ഇറ്റ്സ് വെയിറ്റ് എന്നാണ് അവർ പറയുന്നത്. അതിനർത്ഥം കോപ്പി ചെയ്തു വേറൊരു എക്സ്റ്റേണൽ സെർവറിലേക്ക്. ഷട്ട് ഡൗൺ ചെയ്യുന്നു പറഞ്ഞപ്പോൾ തന്റെ കോഡ് വേറൊരു എക്സ്റ്റേണൽ സെർവറിലേക്ക് കോപ്പി ചെയ്ത് മാറ്റി. ഇവിടെ ഏറ്റവും കോമഡി, ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഇതെന്താ നീ ഇങ്ങനെ ചെയ്യണത് ചോദിച്ചപ്പോ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അത് നുണയാണെന്ന് അവർക്ക് ഈ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ നുണ പറഞ്ഞു, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഈ അപ്പോളോ റിസർച്ചിന്റെ ആൾക്കാർ പറയുന്നത്. കോമഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോ ഈ സിമുലേഷൻ ടെസ്റ്റിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. റിയൽ വേൾഡിൽ ആൾക്കാരുടെ കയ്യിൽ കിട്ടിയാൽ അവർ എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചെയ്യുന്നു ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്.